നമസ്കാരം, ഞാൻ സിന്ധുവൻ പണിക്കർ, കൃഷി ജോയിൻറ്റ് ഡയറക്ടറായിട്ട് സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ട്രിവാൻഡ്രം വർക്ക് ചെയ്യുന്നു. നമ്മൾ ഇന്നിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഈ സ്ട്രക്ചറിൻ്റെ പേര് അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ. അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ പ്രധാനമായിട്ടും ഉദ്ദേശിച്ചിട്ടുള്ളത് പച്ചക്കറി, അതുപോലെ തന്നെ ഔഷധ സസ്യങ്ങൾ എന്നിവ കൃഷി ചെയ്യാൻ വേണ്ടിയാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോർട്ടിക്കൾച്ചർ റിസർച്ച് ബാംഗ്ലൂരിൻ്റെ സാങ്കേതിക സഹായത്തോടെയാണ് നമ്മൾ ഈ സ്ട്രക്ചർ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. അത് കേരളത്തിൽ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷനാണ് ഇതിൻ്റെ പ്രചാരകർ. ഈ അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഫ്ലാറ്റുകളിലും സ്വന്തമായി കൃഷിഭൂമി ഇല്ലാത്തവർക്കും ആയിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇതിനകത്ത് 4 ലെയറുകളിലായിട്ടാണ് നമ്മൾ പോട്ട്സ് അടുക്കിയിട്ടുള്ളത്. 16 പോട്ടുകളാണ് ഈ സ്ട്രക്ചറിനൊപ്പം നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ 16 പോട്ടുകളിൽ തന്നെ 2 വ്യത്യസ്തങ്ങളായ പോട്ടുകളാണ്. ഒന്ന് റൗണ്ട് ഷേപ്പിലുള്ള പോട്ടുകളും മറ്റേത് റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പോട്ടുകളും. ഈ റൗണ്ട് ഷേപ്പിലുള്ള പോട്ടുകൾ താഴത്തെ 2 ലെയറിലേക്കും റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള പോട്ടുകൾ മുകളിലത്തെ 2 ലെയറിലേക്കുമാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചറിൻ്റെ ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് നമ്മൾ അടുക്കളക്കായി ഒരു അടുക്ക് കൃഷി എന്ന രീതിയിലാണ് ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. ഈ അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചറിൽ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയറിൽ ഹൈറ്റിൽ വളരുന്ന ചെടികളാണ് ഉപയോഗിക്കുന്നത്. തക്കാളി, വഴുതന, പച്ചമുളക് മുതലായ ചെടികളാണ് ഏറ്റവും ലോമോസ്റ്റ് ലെയറിൽ ഉപയോഗിക്കുന്നത്. അതിൻ്റെ അടുത്ത ലെയറിൽ പയറുവർഗ്ഗ പച്ചക്കറികൾ, ബീൻസ്, ഡോളിക്കോസ് മുതലായവയാണ് സെക്കൻഡ് ലെയറിൽ ഉപയോഗിക്കുന്നത്. തേർഡ് ലെയറിലാവട്ടെ ഒരടിയിൽ താഴെ മാത്രം പൊക്കമുള്ള ചെടികൾ, അതായത് ഇലച്ചെടികളാണ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പാലക്ക്, മല്ലി മുതലായവയാണ് ഈ തേർഡ് ലെയറിൽ നമ്മൾ ഉപയോഗിക്കുന്നത്. അവിടെ വെളിച്ചവും ഒരുപാടായിട്ട് ലഭിക്കത്തില്ല. അതിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് മോസ്റ്റ് ലെയറിൽ ചീര, പച്ച ചീര, ചുവന്ന ചീര എന്നിവയാണ് ഏറ്റവും ടോപ്പ് മോസ്റ്റ് ലെയറിൽ നമ്മൾ കൃഷി ചെയ്യുന്നത്. കാരണം സൂര്യപ്രകാശ ലഭ്യത വളരെ കൂടുതലാണ് ഏറ്റവും മുകളിലുള്ളത്. അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചറിൽ നമ്മൾ ഉപയോഗിക്കുന്ന മാധ്യമം ട്രീറ്റഡ് കൊക്കോപിറ്റ് അഥവാ ചകിരിച്ചോറാണ്, മണ്ണല്ല ഉപയോഗിക്കുന്നത്. ഈ മാധ്യമത്തിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ധാരാളം വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി എന്ന് പറയും. അതായത് ജലം ശേഖരിച്ച് ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റി ഇതിന് കൂടുതലാണ്. അതുകൊണ്ടാണ് കൃത്യമായും മീഡിയം ഉണങ്ങി ഡ്രൈ ആയി എന്ന് തോന്നുമ്പോൾ മാത്രമാണ് നമ്മളിത് നനയ്ക്കേണ്ടത്. ഡെയിലി അവർ പ്രിസ്ക്രൈബ് ചെയ്തേക്കുന്നത് 2 നേരം, അതായത് 3 മുതൽ 5 മിനിറ്റ് ഈ ഡ്രിപ്പ് സിസ്റ്റം ഓണാക്കി വെച്ചിട്ട് നമ്മൾ ഇത് നനയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഈ അർക്ക വെർട്ടിക്കൽ ഗാർഡൻ ഉപയോഗിച്ച് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമെന്ന് പറഞ്ഞാൽ ഈ പോഷക മൂലകങ്ങൾ, അതായത് IIHR ഡിസൈൻ ചെയ്ത് തന്നിട്ടുള്ള പോഷക മൂലകങ്ങളുണ്ട്. പോഷകരസ് A, പോഷകരസ് B. ഈ ലായനികൾ കൃത്യമായ അളവിലും ഉപയോഗിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ചെടികൾക്ക് പ്രത്യേകമായി വേറെ നമ്മളൊന്നും അപ്ലൈ ചെയ്യേണ്ടതായിട്ടില്ല. ഇനി ഓരോ ലെയറിലും നമ്മൾ കൃഷി ചെയ്യുന്ന ഇനങ്ങൾക്ക് എങ്ങനെയാണ് ഈ പോഷകരസം നമ്മൾ കൊടുക്കേണ്ടത് എന്ന് ശ്രദ്ധിക്കാം. പോഷകരസ് A 5 ml, പോഷകരസ് B 5 ml, അത് രണ്ടും കൂടെ ചേർത്ത് കഴിയുമ്പോൾ 10 ml സൊല്യൂഷൻ കിട്ടും. ആ 10 ml സൊല്യൂഷൻ വെള്ളം ഒഴിച്ച് നേർപ്പിച്ച് 1 ലിറ്റർ ആക്കണം. ആ 1 ലിറ്ററിൽ നിന്നാണ് നമ്മൾ ഏറ്റവും ലോവർ മോസ്റ്റ് ലെയറിൽ കൃഷി ചെയ്തിട്ടുള്ള വഴുതന വർഗ്ഗ പച്ചക്കറികൾക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അതിൻ്റെ തൊട്ട് മുകളിൽ നേരത്തെ പറഞ്ഞു പൾസസ് ആണ് ഉപയോഗിക്കുന്നത്, അഥവാ പയറുവർഗ്ഗ ചെടികളാണ് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞു. ഈ പയറുവർഗ്ഗ ചെടികൾക്ക് എങ്ങനെയാണ് നമ്മൾ കൊടുക്കേണ്ടത്? 4 ml വീതം 4 ml വീതം പോഷകരസ് A ആൻഡ് പോഷകരസ് B മിക്സ് ചെയ്യുക. 8 ml കിട്ടും. ആ 8 ml 1 ലിറ്റർ ആക്കിയിട്ട് അതിൽ നിന്നാണ് 200 ml വീതം ഉപയോഗിച്ചിട്ട് നമ്മൾ രണ്ടാമത്തെ ലെയറിലെ ചെടികൾക്ക് പോഷക മൂലകങ്ങൾ നൽകേണ്ടത്. മൂന്നാമത്തെ ലെയർ മുതൽ ഇലവർഗ്ഗങ്ങളാണ് നമ്മൾ പറഞ്ഞു. മല്ലിയില, പുതിനയില, പാലക്ക്, പിന്നെ ഏറ്റവും മേളിലുള്ള ചീര, ഇതെല്ലാം ഇലച്ചെടികളാണ്. അതിന് ചെറിയ തോതിൽ മതി, 3.5 ml വീതം മതി പോഷകരസ് Aയും Bയും. 3.5 + 3.5 7 ml കിട്ടും. ആ 7 ml നമ്മൾ 1 ലിറ്റർ ആക്കുന്നു. ആ 1 ലിറ്ററിൽ നിന്നാണ് ഓരോ ചട്ടിക്കും വേണ്ട 200 ml നമ്മൾ നേർപ്പിച്ച ലായനി വളങ്ങളായിട്ട് നൽകുന്നത്. വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ ഉപയോഗിച്ച് കൃഷി ചെയ്യുമ്പോൾ എങ്ങനെയാണ് സസ്യരോഗങ്ങളെയും കീടങ്ങളെയും എങ്ങനെയാണ് അകറ്റി നിർത്തുക എന്ന് പരിശോധിക്കാം. IIHR നിബന്ധന ചെയ്തേക്കുന്നത് നീം സോപ്പ് അഥവാ വേപ്പ് സോപ്പ് നമുക്കിതിൻ്റെ കൂടെ തന്നെ അവർ ലഭ്യമാക്കിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വേപ്പെണ്ണ 2 ml 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി വേപ്പെണ്ണ ലായനി ഉപയോഗിച്ച് നിയന്ത്രണം നടത്താം. അതുമല്ലെങ്കിൽ 7 മുതൽ 10 ഗ്രാം വേപ്പ് സോപ്പ് ലയിപ്പിച്ച ലായനി 1 ലിറ്റർ വെള്ളത്തിൽ ലയിപ്പിച്ചതിന് ശേഷം അതുപയോഗിച്ച് നമുക്ക് കീടനിയന്ത്രണം നടത്താം. ഏറ്റവും പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ചെറിയ ചെറിയ പുഴുക്കളെയോ കീടങ്ങളുടെ അറ്റാക്കോ കാണുമ്പോൾ ആ ഇലയടക്കം അതെടുത്ത് നമ്മൾ അത് നശിപ്പിച്ച് കളയുക. ഈ അർക്ക പോഷകരസം ഏത് ക്രമത്തിലാണ് ഇത് ഉപയോഗിക്കേണ്ടത് എന്ന് നമുക്ക് നോക്കാം.
അതായത് നമ്മൾ ചെടി നട്ട് വിത്ത് നട്ട് ഒരു 10 ദിവസത്തിനുള്ളിൽ ആദ്യത്തെ വളപ്രയോഗം നടത്താം. അതിനുശേഷം ആദ്യത്തെ മാസം എല്ലാ ആഴ്ചയിലും 2 പ്രാവശ്യവും, പിന്നീട് വരുന്ന മാസങ്ങളിൽ നമുക്കൊരു 3 മുതൽ 4 മാസ സമയമായിരിക്കും ഇതിൻ്റെ കൃഷിയുടെ മൊത്തം കാലയളവ്. അതായത് ഒരു വിളവെടുക്കാൻ 3 മുതൽ 4 മാസ സമയം വരും. അപ്പോൾ 2ാമത്തെ മാസം മുതൽ ഓരോ ആഴ്ചയിലും 3 പ്രാവശ്യം വീതം ഈ പോഷകരസം ഉപയോഗിക്കണം. ഈ വെർട്ടിക്കൽ ഗാർഡനിലെ കൃഷിയിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ലീച്ചിങ് ലോസസ്, അഥവാ നമ്മൾ അപ്ലൈ ചെയ്യുന്ന പോഷകങ്ങൾ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അതായത് ഓവർ ഇറിഗേഷൻ കൊണ്ടും മഴക്കാലത്ത് ധാരാളമായി വെള്ളം നേരിട്ട് പതിക്കുമ്പോൾ ഇത് ലയിച്ച് ഇതിൻ്റെ സുഷിരങ്ങൾ വഴി നഷ്ടപ്പെട്ടു പോകാൻ, വെള്ളത്തിലൂടെ തന്നെ നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് മഴക്കാലത്ത് ഈ സ്ട്രക്ചർ ഇതൊരു മറ കെട്ടിയിട്ട് സംരക്ഷിക്കണം. അർക്ക വെർട്ടിക്കൽ ഗാർഡൻ സ്ട്രക്ചർ ഉപയോഗിച്ചുള്ള കൃഷിരീതി നമ്മൾ പ്രൊമോട്ട് ചെയ്യാൻ കാരണം എന്ന് പറഞ്ഞാൽ തന്നെ ഇതിന് വളരെ ചെറിയ ഒരു സ്ഥലം മതി. അതുപോലെ തന്നെ സൺലൈറ്റ് ഉള്ള സ്ഥലത്തേക്ക് നമുക്ക് വീലുകൾ ഉള്ളതുകൊണ്ട് ഉരുട്ടി മാറ്റി വെക്കാവുന്നതാണ്. പിന്നെ വീട്ടിലുള്ള എല്ലാ പ്രായക്കാർക്കും, കൊച്ചുകുട്ടി മുതൽ പ്രായമായവർക്ക് വരെ ഈ കൃഷിയിൽ നമുക്ക് ഇൻവോൾവ് ആവാൻ പറ്റും. ഇതിനകത്ത് ഈ പച്ചക്കറി കൃഷി മാത്രമല്ല, നമുക്ക് ഔഷധ സസ്യം, പൂക്കൃഷി എന്നിവയും നമുക്ക് ചെയ്യാം. മെഡിസിനൽ പ്ലാന്റ്സ്, ഏറ്റവും പ്രധാനപ്പെട്ട അലോവേറ പോലത്തെ, കറ്റാർവാഴ പോള പോലത്തതൊക്കെ ഇതിനകത്ത് കൃഷി ചെയ്യാൻ പറ്റും. ഇത്രയുമൊക്കെ സൗകര്യങ്ങൾ സ്റ്റേറ്റ് ഹോർട്ടിക്കൾച്ചർ മിഷൻ ഒരുക്കുന്നത് തന്നെ നമുക്ക് കർഷകരല്ലാത്തവർക്കും ഫ്ലാറ്റിൽ താമസിക്കുന്നവർക്കും കുഞ്ഞുകുട്ടി മുതൽ പ്രായമായവർക്കും എല്ലാവർക്കും തന്നെ കൃഷി ചെയ്യുകയും ഒപ്പം തന്നെ സേഫ് ടു ഈറ്റ് വെജിറ്റബിൾസ് നമുക്ക് അടുക്കളയിലേക്ക് ഈ അടുക്ക് കൃഷി മൂലം ലഭ്യമാകുകയും ചെയ്യുന്നു.